നിലയെക്കുറിച്ചും എബി പറഞ്ഞ പ്രണയകഥയെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ അലക്സ് ആൻസിയോട് പറഞ്ഞു. ഓരോന്ന് കേൾക്കുമ്പോഴും അവളുടെ മുഖഭാവം മാറുന്നതും ആ മുഖത്ത് അത്ഭുതം നിറയുന്നതുമൊക്കെ നില കാണുന്നുണ്ടായിരുന്നു. ദൈവമേ, എന്നാ പണിയാടാ നീ കാണിച്ചു വെച്ചത്? ആൻസി പറഞ്ഞു. സിറ്റുവേഷൻ അതായിരുന്നു ചേച്ചി, അല്ലാതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഈ കൊച്ചിന്റെ വീട്ടുകാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂടാ? എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? പ്രായപൂർത്തിയായ ഒരു പെണ്ണിനും ചെറുക്കനും ഈ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള നിയമമൊക്കെ ഉണ്ട്. അലക്സ് പറഞ്ഞപ്പോൾ നിലയ്ക്കും ഒരല്പം ആശ്വാസം തോന്നിയിരുന്നു. എങ്കിലും ഈ കൊച്ചു നീയും തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഒന്നുകൂടി ആൻസി ചോദിച്ചു. അതിനെന്തോ മറുപടി പറയുമെന്ന് അറിയാതെ എബി വിയർക്കുന്നത് കണ്ട് നില ഇടപെട്ടു. ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ജിജോ. അവൻ വഴിയാ പരിചയപ്പെട്ടത്. ഒരിക്കൽ ഞാൻ ജിജോയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാദ്യമായിട്ട് എബിയെ കാണുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പായി. അത് പതുക്കെ ബിൽഡ് ചെയ്ത് ഇവിടം വരെ എത്തിയതാണ്. വളരെ സ്വാഭാവികമായ രീതിയിൽ നില പറഞ്ഞു. അവളെ അനുകൂലിക്കുന്നത് പോലെ അവനും തലയാട്ടിയിരുന്നു. ഏതായാലും ഇത്രയുമായ സ്ഥിതിക്ക് ഉടനെ നിങ്ങൾ പുറത്തൊന്നും ഇറങ്ങണ്ട. രജിസ്റ്റർ മാരേജിന്റെ കാര്യം എങ്ങനെയാണെന്ന് ഞാനൊന്ന് തിരക്കട്ടെ, അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അലക്സ് പറഞ്ഞു. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. മടിയോടെ നില ആൻസിയെ നോക്കി പറഞ്ഞു. അതിനെന്താ, ഞാൻ ആ കാര്യം മറന്നുപോയി. കുട്ടി വാ, ഞാൻ കാണിച്ചു തരാം റൂം. അതും പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് ഒരു മുറിയിലേക്ക് ആൻസി പോയി. ഗസ്റ്റ് റൂം എന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ ഇവിടെ വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കാറുള്ളത് ഈ റൂമാണ്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. താൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് പോരെ, ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. താങ്ക്സ് ചേച്ചി, അവൾ പറഞ്ഞു. ആൻസി നിലയെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ ചിരിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് നിലയ്ക്ക് തോന്നി. ആൻസി ഇറങ്ങിപ്പോയ നിമിഷം ഒന്നുകൂടി അവൾ ഫോണെടുത്ത് സച്ചിന്റെ നമ്പർ ഡയൽ ചെയ്തു. ഇപ്പോൾ അത് ഔട്ട് ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്. നിലയ്ക്ക് സങ്കടം വന്നു. തന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്കിലും എങ്ങനെ തോന്നി? വെറുതെ അവൾ ഒന്നുകൂടി വാട്സപ്പ് എടുത്ത് അവൻ്റെ ID നോക്കി. അതിപ്പോഴും ബ്ലോക്ക് തന്നെയാണ്. അവൻ പൂർണ്ണമായി തന്നെ ഉപേക്ഷിച്ചു എന്നാണ് ആ ID ബ്ലോക്ക് ചെയ്തതിൻ്റെ പിന്നിലെ അർത്ഥമെന്ന് അവൾ ഓർത്തു. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് നേരെ ബാത്റൂമിലേക്ക് കയറി. ഷവറും പൈപ്പും എല്ലാം തുറന്നിട്ട് നന്നായി ഒന്ന് കരഞ്ഞു. കണ്ണുനീരിനൊപ്പം വെള്ളത്തുള്ളികളും അവളുടെ മുഖത്തേക്ക് ഒഴുകി. അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. കുളി കഴിഞ്ഞ് അവൾ ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി വന്നപ്പോൾ മുറിയിൽ എബിയുണ്ട്. അവനെ കണ്ടപ്പോൾ അവൾ നന്നായി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചിരുന്നു. ഈ ഫോൺ ഏതാ? കട്ടിലിരിക്കുന്ന ഫോൺ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇത് ഞാൻ സച്ചിനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫോണാണ്. തൻ്റെ പേരിലാണോ സിം? പേടിയോടെ എബി ചോദിച്ചു. ഈ നമ്പർ ആർക്കും അറിയില്ല. എൻ്റെ പേരിലല്ല, ഗ്രീഷ്മയുടെ പേരിൽ എടുത്തതാണ്. അവന് സമാധാനം തോന്നി. ഈ ഫോൺ കയ്യിലുള്ളത് നല്ലതല്ലേ? അത്യാവശ്യം നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അതെ അതെ, അവൻ സമ്മതിച്ചു. അലക്സ് ചായൻ്റെ പേരിൽ എനിക്കൊരു സിം എടുക്കണം, എബി പറഞ്ഞു. ഞാൻ നിന്ന നിൽപ്പിൽ ഇറങ്ങിപ്പോന്നതാ. ഒന്ന് മാറാൻ പോലും ഒരു വക കൊണ്ടുവന്നിട്ടില്ല. അവൻ കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. 2 ദിവസം കൊണ്ട് അവൻ വല്ലാതെ ക്ഷീണിച്ചു പോയെന്ന് നിലയ്ക്ക് തോന്നി. താൻ ആദ്യം കണ്ടപ്പോൾ എത്ര പ്രസന്നനായ ചെറുപ്പക്കാരനായിരുന്നു. ആ ഉത്സാഹം അവനിൽ നിന്നും നഷ്ടപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. താനാണോ ഇതിന് കാരണം? എബി ഇപ്പോഴും അവൾക്കൊരത്ഭുതമായിരുന്നു. വെറും മാസങ്ങൾ മാത്രം പരിചയമുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും മറന്ന് സഹായിക്കാനെത്തുന്ന ആളുകൾ ഈ ലോകത്തുണ്ടോ? നല്ല മനുഷ്യർ മരിച്ചിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമല്ലേ അതൊക്കെ? എബിയുടെ അടുത്തൊരു സൗഹൃദം പോലും തനിക്ക് അവകാശപ്പെടാനില്ല. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എബിയോട് തനിക്ക് ഒരടുപ്പം തോന്നിയിരുന്നു. അതുപോലെ തിരിച്ച് എബിക്കും തോന്നിയിട്ടുണ്ടാവും. എബി വിഷമിക്കേണ്ട, ഒന്ന് ഫ്രഷായിട്ട് എബിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പോയി വാങ്ങാമല്ലോ. ഞാൻ കുറച്ച് കാശും ഓർണമെൻറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ്റെ അരികിൽ വന്നിരുന്ന് അവൾ പറഞ്ഞു. അതൊന്നും വേണ്ട, താൻ അതൊക്കെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി എടുത്തതല്ലേ. കാശൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ട്. ഭാഗ്യത്തിന് ഏതായാലും മിനിഞ്ഞാന്ന് സാലറി ക്രെഡിറ്റ് ആയതാണ്, അതുകൊണ്ട് അതെടുക്കാം.
അവൻ പറഞ്ഞു, നോ നോ നോ, അത് ബുദ്ധിയല്ല എബി. എബി കാർഡ് ഉപയോഗിക്കുമ്പോൾ അത് ബാങ്കിൽ വിളിച്ചാൽ ഡാഡിക്ക് അറിയാൻ പറ്റില്ലേ? നമ്മൾ ഏത് സ്ഥലത്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ശരിയാണെന്ന് അവനും തോന്നി. എബിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്, തൽക്കാലം എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് എടുക്കാം. രജിസ്റ്റർ മാരേജ് കഴിയുന്നത് വരെ നമ്മൾ എവിടെയാണെന്ന് അവരറിയാതിരിക്കുന്നതാണ് നല്ലത്. താനപ്പോൾ ശരിക്കും ഈ രജിസ്റ്റർ മാരേജിന് ഉറപ്പിച്ചോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പിന്നെ വേണ്ടേ? അവൾ മറുചോദ്യം ചെയ്തു. എന്താ, എബിക്ക് ടെൻഷനുണ്ടോ? നീല ചോദിച്ചു. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയില്ല. എബി പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്ന വരെ മാത്രമേ ഉള്ളൂ. 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഡിവോഴ്സ് കിട്ടും. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിൽ അത് പെട്ടെന്ന് കിട്ടും. എനിക്ക് എബിയെ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന മറ്റാരാ ഉള്ളത്? എബി എനിക്ക് വർഷങ്ങളുടെ പരിചയമില്ല. എബിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഈ ലോകത്ത് വിശ്വാസമുള്ള ഒരേ ഒരാൾ എബി മാത്രമാണ്. എബിയുടെ കൂടെ ഏത് പാതിരാത്രിക്കും എവിടെ വരാനും എനിക്ക് ടെൻഷനില്ല. അവളത് പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നമ്മളൊക്കെ തീരുമാനിച്ചതല്ലേ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഡിവോഴ്സ് സമയത്ത് ഞാൻ ജീവനാംശമൊക്കെ ചോദിക്കും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് പറയല്ലേ. തമാശയോടെ അവൻ പറഞ്ഞു. എബിക്ക് എന്ത് തന്നാലും മതിയാവില്ലല്ലോ. ചിരിയോടെ അവളും പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാനൊന്ന് റെഡിയാവാം, എന്നിട്ടൊന്ന് പുറത്തു പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാം. നില തൽക്കാലം വരണ്ട. ആരെങ്കിലും കണ്ടാൽ പ്രശ്നമായാലോ? അല്ലെങ്കിലും ഞാൻ വരുന്നില്ല. നല്ല ക്ഷീണമുണ്ട്. ട്രെയിനിലുള്ള യാത്ര എന്നെ അത്രയ്ക്ക് മടുപ്പിച്ച് കളഞ്ഞു. നന്നായി ഒന്ന് ഉറങ്ങണം. അവൾ പറഞ്ഞു. ഞാനെന്നൊന്ന് കുളിക്കട്ടെ. എൻ്റെ ഭംഗിയുള്ള ആകാരവടിവുള്ള ശരീരം കാണുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ, ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കോ. എബി പറഞ്ഞപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു. അവൾ പെട്ടെന്ന് ടവൽ അവന് നേരെ നീട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഹാളിൽ ആരെയും കാണാതെ വന്നപ്പോഴാണ് അവൾ അടുക്കളയിലേക്ക് ചെന്നത്. അവിടെ അപ്പോൾ ആൻസി പാത്രങ്ങൾ കഴുകുകയാണ്. അവൾ അരികിലേക്ക് ചെന്നു. ആഹാ, നില കുളിച്ചോ? ഫുഡ് കഴിക്കാം. ഇച്ചായും കുളിക്കുകയാണ്, ആൻസി പറഞ്ഞു. എബിയും കുളിക്കുക. എല്ലാവരും കൂടി വന്നിട്ട് മതി. ചേച്ചിക്ക് ജോലിയുണ്ടോ? ആടാ, ഞാൻ നേഴ്സാണ്. കുറച്ച് കഴിയുമ്പോൾ പോകണം. അതിനു മുൻപ് ജോലിയെല്ലാം ഒതുക്കുകയായിരുന്നു. ചേച്ചി തന്നെയാണോ എല്ലാ ജോലിയും ചെയ്യുന്നത്? അല്ലടാ, ഹെൽപ്പ് ചെയ്യാൻ വരുന്നൊരു ചേച്ചിയുണ്ട്. ഇന്ന് അവർക്കെന്തോ വരാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാ. അവർ മലയാളിയാണോ? നില ചോദിച്ചു. ഹേ അല്ല, ഇവിടെ മലയാളികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ ഹിന്ദിക്കാരാണ്, പക്ഷേ നല്ല വൃത്തിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം. ചേച്ചി നാട്ടിലെവിടെയാ? ഞാൻ തൃശ്ശൂരാണ്, ആൻസി പറഞ്ഞു. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? ചെറുതായിട്ടൊരു ലവ് ആയിരുന്നു. അവരുടെ വിവാഹത്തെക്കുറിച്ച് ആൻസിയും വിശദമായി പറഞ്ഞു. പെട്ടെന്ന് തന്നെ നില ആൻസിയുമായി അടുത്തിരുന്നു. ഇതിനിടയിൽ ആൻസി എടുത്തു വെച്ച ഭക്ഷണം ടേബിളിലേക്ക് കൊണ്ടുപോയത് നിലയാണ്. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് അലക്സും എബിയും എത്തിയിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. എനിക്കൊന്ന് പുറത്തു പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എൻ്റെ അത്യാവശ്യം സാധനങ്ങൾ ഒരു ബാഗിലാക്കി കൊണ്ടുവന്നതാ. ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവളുടെ അച്ഛൻ്റെ ആൾക്കാരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് എൻ്റെ ബാഗ് മിസ്സായിപ്പോയി. അതിലായിരുന്നു എൻ്റെ ഡ്രസ്സൊക്കെ. അവൻ പറഞ്ഞപ്പോൾ നില അവനെ ഒന്ന് നോക്കി. എനിക്കെല്ലാം ഒന്ന് വാങ്ങണം, ഞാനൊന്ന് പുറത്തു പോവാ. എബി പറഞ്ഞു. നീ എങ്ങനെ ഒറ്റയ്ക്ക് പോന്നേ? ഞാനും കൂടി വരാം. അലക്സ് പറഞ്ഞപ്പോൾ എബിക്ക് ആശ്വാസമായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 3 പേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. കണ്ണുകൾ കൊണ്ട് നിലയോട് യാത്ര പറഞ്ഞു എബി. കഥ കടച്ചിരുന്നു. പരിചയമില്ലാത്ത സ്ഥലമല്ലേ. ആൻസി അവൾക്ക് നിർദ്ദേശം നൽകി. അവൾ ഡോർ ലോക്ക് ചെയ്ത് ആൻസി നൽകിയ റൂമിലേക്ക് പോയി. കട്ടിലേക്ക് കിടന്നതേ ഉറങ്ങിപ്പോയിരുന്നു. ശരീരത്തിനും മനസ്സിനും അത്രത്തോളം ക്ഷീണമുണ്ട്. ഒരു വലിയ ഗർത്തത്തിന് മുകളിൽ നിൽക്കുകയാണ് നില. അവളെ അതിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ ഒരാൾ നോക്കുന്നു. പിന്നീടാണ് അയാളുടെ മുഖം കാണുന്നത്. അത് സച്ചിനായിരുന്നു. പേടിയോടെ അവനെ നോക്കിയപ്പോൾ ക്രൂരമായി അവൻ അട്ടഹസിക്കുകയാണ്. ഭയന്നുപോയി നില. അവൻ വീണ്ടും ദേഷ്യത്തോടെ തന്നെ ആ ഗർത്തത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയാണ്.
പെട്ടെന്ന് ആരോ ഒരാൾ കയ്യിൽ പിടിച്ചു. ആരായിരുന്നു അത്? ആ കൈകളുടെ ഉടമയെ നന്ദിയോടെ നിലനോക്കി. അത് എബിയായിരുന്നു. അവനെ ആ നിമിഷം കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം നിലയ്ക്ക് തോന്നി. അവൾ ഓടിച്ചെന്ന് എബിയെ കെട്ടിപ്പിടിച്ചു. അവൻ അലിവോടെ അവളുടെ തലമുടിയിൽ തഴുകുകയാണ്. എബി! പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു. കണ്ടത് സ്വപ്നമാണെന്ന് ആ നിമിഷമാണ് അവൾക്ക് മനസ്സിലായത്. അവൾ പെട്ടെന്ന് മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. താൻ നന്നെ വിയർത്തിരിക്കുന്നു എന്ന് വാഷ് ബേസിനടുത്തുള്ള കണ്ണാടി കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് മുഖം നന്നായി ഒന്ന് കഴുകി. അപ്പോഴാണ് അവിടെ ഈശോയുടെ ഒരു രൂപവും അതിനരികിൽ മെഴുകുതിരിയും ഒക്കെ കണ്ടത്. അവൾ പെട്ടെന്ന് അവിടേക്ക് പോയി. കുറച്ചു സമയം ആ രൂപത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. അതിനരികിലായി ഒരു വചനപ്പെട്ടി ഇരിക്കുന്നത് അവൾ കണ്ടു. ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് എന്ത് കാര്യവും വചനം നോക്കി തീരുമാനിക്കേണ്ട ഒരു സുഹൃത്ത് തനിക്കുണ്ടായിരുന്നു. അവൾക്ക് പലപ്പോഴും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾക്ക് സമാനമായ തരത്തിലുള്ള വചനങ്ങൾ ആയിരുന്നു ലഭിക്കുന്നതും. അതെപ്പോഴും തനിക്ക് അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. നില പെട്ടെന്ന് ആ ബോക്സ് തുറന്ന് അതിൽ നിന്നും ഒരു വചനം എടുത്തു. അത് വായിച്ചു നോക്കി. ദൈവം കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. എന്താണ് ഇതിന്റെ അർത്ഥം? അവൾ സ്വയം ചോദിച്ചു. പെട്ടെന്ന് കോളിംഗ് ബെൽ അമർന്നു. ആരാണെന്ന് അവൾക്ക് ഭയം തോന്നി. അവൾ കർട്ടനൊന്ന് നീക്കി നോക്കിയപ്പോൾ പുറത്തു നിൽക്കുന്നത് എബി ആണെന്ന് കണ്ടു. അവൾക്ക് വല്ലാത്ത സമാധാനം തോന്നി. അവനെ കാണുമ്പോൾ മാത്രം തൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത സുരക്ഷിതത്വം തോന്നുന്നുണ്ടെന്ന് അവൾ ഓർത്തു. ഉത്സാഹത്തോടെ അവൾ വാതിൽ തുറന്നു. എബിയും അലക്സും തിരിച്ചു വന്നിരിക്കുകയാണ്. രണ്ടുപേരെയും നോക്കി അവൾ ഭംഗിയായി ഒന്ന് ചിരിച്ചു. ബോറടിച്ചിരുന്നോ? അലക്സ് ആണ് ചോദിച്ചത്. ഹേ ഇല്ല, അവൾ പറഞ്ഞു. നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം ഒന്നുകൂടി തിരക്കാൻ വേണ്ടി പോയതാ. അതാണ് ഇത്രയും താമസിച്ചത്. അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ എനിക്ക് പരിചയമുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രജിസ്റ്റർ മാരേജിന്റെ പ്രോസസ്സിനെ പറ്റി ഞങ്ങൾ തിരക്കിയതാണ്. ഏകദേശം കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന അയാൾ പറഞ്ഞത്. മറ്റന്നാൾ അത് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കല്യാണ പെണ്ണിനോട് പറഞ്ഞില്ല എടുത്തില്ല എന്നൊന്നും വേണ്ട. അലക്സ് പറഞ്ഞപ്പോൾ അമ്പരപ്പോടെ നില എബിയെ നോക്കി. അവൻ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു. സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. രജിസ്റ്റർ മാരേജ് ചെയ്യാതെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. എന്താണെങ്കിലും ഒരു അന്വേഷണം വന്നാൽ അത് ഞാൻ കൂടി കുടുങ്ങുന്ന കേസല്ലേ. രജിസ്റ്റർ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എനിക്ക് പറയാം, എൻ്റെ അനിയനും ഭാര്യയുമാണ് ഇവിടെ നിൽക്കുന്നത് എന്ന്. അവരെ എനിക്കിവിടെ നിർത്തിക്കൂടെ എന്ന് അലക്സ് പറഞ്ഞപ്പോൾ നീലം നന്നായി ഒന്ന് ചിരിച്ചിരുന്നു. 2 സാക്ഷികൾ മതി. അതിപ്പോൾ ഞാനും ആൻസിയും മതിയല്ലോ. നിങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. രജിസ്റ്റർ മാരേജ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം സംഘടിപ്പിക്കാൻ പറ്റുമോ ഇച്ചായ? എബി ചോദിച്ചു. അതിത്തിരി ബുദ്ധിമുട്ടാണ് മോനെ. ഇവിടെയൊക്കെ ഫ്ലാറ്റ് കിട്ടാൻ ഭയങ്കര പാടാ. എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ. 1 മാസത്തിനുള്ളിൽ നമുക്ക് ചെറിയൊരു ഫ്ലാറ്റോ മറ്റോ സെറ്റാക്കാം. എല്ലാത്തിലും നിനക്കാദ്യം ഒരു ജോലി വേണം. നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നീ എടുത്തിട്ടുണ്ടോ? അപ്പോഴാണ് ആ കാര്യം എബിയും ഓർത്തത്. സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ PDF കയ്യിലുണ്ടെന്നേ ഉള്ളൂ. ഒറിജിനൽ ഒന്നും എൻ്റെ കയ്യിലില്ല. സാരമില്ല, അത് കോപ്പി എടുക്കാം. ശേഷം നല്ലൊരു ജോലി ശരിയാക്കണം. അത് കഴിഞ്ഞ് വീട് മാറുന്നതിനെ പറ്റിയൊക്കെ തീരുമാനിച്ചാൽ മതി, അലക്സ് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ കിട്ടുന്ന ചെറിയ ജോലികളില്ലേ ചായ? അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? അവൻ ചോദിച്ചപ്പോൾ സംശയത്തോടെ അലക്സ് അവനെ നോക്കി. അതെന്തിനാ അത്ര റിസ്ക് എടുക്കുന്നേ? നല്ല ജോലിക്ക് പോകുന്നതല്ലേ നല്ലത്. ഈ ചെറിയ ജോലികൾക്കൊക്കെ ശമ്പളം കുറവായിരിക്കും. അതുകൊണ്ടല്ല, നിലയുടെ ഡാഡിയുടെ ഹോൾഡ് അറിയാലോ. അപ്പോൾ സർട്ടിഫിക്കറ്റുകളും മറ്റും ഞാൻ എവിടെയെങ്കിലും കൊടുത്താൽ ഏതെങ്കിലും സോഴ്സിലൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞാലോ? ഒരുപാട് ബിസിനസ് ബന്ധങ്ങളൊക്കെയുള്ള ആളല്ലേ അത്? ശരിയാ, അലക്സും അത് ശരിവെച്ചു. അങ്ങനെയല്ലാത്ത ജോലിയെന്ന് പറയുമ്പോൾ അത് ഈ സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ പോലുള്ള കമ്പനികളിലൊക്കെ ഡെലിവറി ബോയ് ആയോ അല്ലെങ്കിൽ കസ്റ്റമർ കെയറോ മറ്റോ കിട്ടുള്ളൂ. അതുമതി. തൽക്കാലം കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ. അതിന് നീ പറയുന്ന പോലെ വലിയ ശമ്പളമൊന്നും കിട്ടില്ല. മാത്രല്ല, ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീടിന് തന്നെ അത്യാവശ്യം നല്ല റേഞ്ചാവും. പിന്നെ ബാക്കി ചെലവുകളും കൂടി ആവുമ്പോൾ ഞാനും കൂടി എന്തെങ്കിലും ജോലി നോക്കിയാലോ? അത് ടാലിയായി പോവില്ലേ? നില ചോദിച്ചു. തന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ? എബി പറഞ്ഞതുപോലെ തൻ്റെ ഡാഡി അറിഞ്ഞാലോ? അലക്സ് ചോദിച്ചു. ഏതായാലും ആൻസി കൂടി വരട്ടെ, നമുക്ക് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. നിങ്ങളുടെ ടെൻഷൻ അടിക്കണ്ട. ഏതായാലും ഇത്രയും ദൈവം നടത്തിയില്ലേ, ഇനി മുന്നോട്ടും ദൈവം നടത്തും. അങ്ങനെ വിശ്വസിക്ക്.
ആദ്യം രജിസ്റ്റർ മാരേജ് നടക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞ് പകുതി സേഫായെന്ന് പറയാം. നിയമത്തിന്റെ പരിരക്ഷ അത്ര ചെറുതൊന്നുമല്ല. അലക്സ് പറഞ്ഞപ്പോൾ അതുതന്നെയാണ് നല്ലതെന്ന് നിലയ്ക്കും തോന്നിയിരുന്നു. വൈകുന്നേരമായപ്പോൾ 2 കുട്ടിക്കുറുമ്പികളുമായാണ് അലക്സ് ഫ്ലാറ്റിന്റെ താഴെ നിന്നും കയറി വന്നത്. എബി അവരെ കണ്ട ഉടനെ ഒരാളെടുത്ത് തോൾ വെച്ചു. നീ എന്നെ മറന്നുപോയോടി എന്നും ചോദിച്ചുകൊണ്ട്. അതോടെ അത് അലക്സിന്റെ മക്കളാണെന്ന് നിലയ്ക്ക് മനസ്സിലായി. എബി ചാച്ചൻ എപ്പോ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് മൂത്തവൾ എബിക്ക് അരികിലേക്ക് ചെന്നപ്പോൾ തന്നെ 2 പേരും പരിചിതരാണെന്ന് നിലയ്ക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് വന്നു. അവനത് പറഞ്ഞ പോക്കറ്റിൽ നിന്നും 2 സ്വീറ്റ്സ് എടുത്ത് 2 പേർക്കും കൊടുത്തു. ഇതെപ്പോൾ വാങ്ങിയ നമ്പരുന്നു നില? ഇതാരാ പപ്പ? നിലയെ ചൂണ്ടിക്കൊണ്ട് മൂത്തവൻ ചോദിച്ചു. അത് നമ്മുടെ എബിച്ചാച്ചൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആന്റിയാണ്. കുട്ടികൾ അവളെ നോക്കി ഭംഗിയായി ഒന്ന് ചിരിച്ചു. നിലയെ കണ്ട കൗതുകമാണ് അവൾക്ക്. ഇളയവൾ ഓടി നിലയുടെ അടുത്ത് വന്ന് ആകെപ്പാടെ നോക്കുകയാണ്. അത് കണ്ട് എബിക്ക് ചിരി വന്നിരുന്നു. കുട്ടികളുടെ പേരും സ്കൂളും ഒക്കെ നില ചോദിക്കുന്നുമുണ്ട്. അവർ അതിനെപ്പറ്റിയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിലയുമായി കുട്ടികൾ കൂട്ടാവുകയും ചെയ്തു. നിലയുടെ അടുത്തുള്ള വിശേഷം പറച്ചിലൊക്കെ കഴിഞ്ഞ് നേരെ 2 പേരും അലക്സിന്റെ അടുത്തേക്ക് പോയി. പിന്നീട് അവനോട് വിശേഷം പറച്ചിലും സ്നേഹപ്രകടനങ്ങളും ഒക്കെയായി 2 പേരും. അവന്റെ കവിളിൽ മാറി മാറി ഉമ്മ കൊടുത്തപ്പോൾ ഒരു നിമിഷം നില ഡാഡിയെക്കുറിച്ച് ഓർത്തു. ഒരിക്കലെങ്കിലും ഡാഡി ഇങ്ങനെ തനിക്കൊപ്പം ഇരുന്ന് തന്നിട്ടുണ്ടോ? അവളുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു നിമിഷമേ ഉണ്ടായിട്ടില്ല. കാണുമ്പോൾ എല്ലാം തിരക്കാണ്. സംസാരിക്കുന്നതെല്ലാം വളരെ ഫോർമലായും ഒന്ന് ചേർത്ത് പിടിക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ബാല്യവുമൊക്കെ താൻ ഒരുപാട് മിസ് ചെയ്തുവെന്ന് ആ നിമിഷം നില ഓർത്തു. അവൾ എന്തോ അഗാധമായ ചിന്തയിലാണെന്ന് അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ എബിക്കും തോന്നി. അവൻ തോളിൽ തട്ടി അവളോട് എന്താ എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ ഒന്നുമില്ലെന്ന് മറുപടി പറഞ്ഞെങ്കിലും ആ മിഴികൾ ചുവന്നത് എബി ശ്രദ്ധിച്ചു. അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോയിരുന്നു. അവൾ എന്തോ വേദനയിലായെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ എബി പോയില്ല. വൈകുന്നേരം ആൻസി കൂടി വന്നതോടെ വിവാഹത്തെക്കുറിച്ചായി ചർച്ച. നാളെ ആൻസിക്ക് ലീവ് കിട്ടില്ല. അലക്സിനും ഓഫീസിൽ പോകണം. മറ്റേന്നാൾ ലീവ് എടുക്കാമെന്ന് ആൻസി പറഞ്ഞു. മറ്റേന്നാൾ വിവാഹം ഉള്ളതുകൊണ്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്താൻ പുറത്തേക്ക് പോകാമെന്ന് നിർദ്ദേശം വച്ചത് അലക്സാണ്. ആൻസി ഇത് ശരിവെച്ചു. ഭക്ഷണവും പുറത്തുനിന്നാക്കാമെന്ന് തീരുമാനിച്ചു. ഉടനെ കുട്ടികൾക്കും സന്തോഷമായി. എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡി ആയിരുന്നു. അപ്പോഴേക്കും അലക്സ് യൂബർ ബുക്ക് ചെയ്യുകയും ചെയ്തു. വണ്ടി വന്നപ്പോഴേക്കും എല്ലാവരും താഴേക്ക് ഇറങ്ങി ചെന്നു. ഫ്ളാറ്റിലുള്ള പലരോടും തന്റെ അനുജനും അവന്റെ ഭാര്യയുമാണ് ഇവരെന്നാണ് അലക്സ് പരിചയപ്പെടുത്തിയത്. വണ്ടി കൊണ്ട് നിർത്തിയത് ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പിലാണ്. നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ വക ചെറിയൊരു ഗിഫ്റ്റ്, അലക്സ് പറഞ്ഞു. മനസ്സിലാവാതെ നിലയും എബിയും പരസ്പരം നോക്കി. കല്യാണത്തിന് ഡ്രസ്സ് വേണ്ടേ? കല്യാണ സാരിയും എബിയുടെ ഡ്രസ്സും ഞങ്ങളുടെ വക. നിങ്ങളുടെ സങ്കല്പത്തിനൊത്ത വിവാഹം അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്നറിയാം. എങ്കിലും തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്, അലക്സ് പറഞ്ഞപ്പോൾ എബി ചിരിച്ചു കാണിച്ചു. അയ്യോ, ഇപ്പോഴാ ഓർത്തത്, മിന്നു വാങ്ങണ്ടേ? ആൻസി ചോദിച്ചപ്പോൾ എബിയും നിലയും പരസ്പരം നോക്കി. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? രജിസ്റ്റർ ചെയ്യുന്നില്ലേ? എബി പറഞ്ഞു. നീ എന്നാ വർത്തമാനമാടാ പറയുന്നത്? ഒരു പെണ്ണിന്റെ കല്യാണ സ്വപ്നങ്ങളിൽ മിന്നു കാണാതിരിക്കുമോ? ആൻസി ചോദിച്ചപ്പോൾ അത് തന്നെയാണ് നിലയും ആലോചിച്ചത്. ഒരു പെൺകുട്ടിയുടെ വിവാഹ സ്വപ്നങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണല്ലോ താലി. ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണ്. എങ്കിൽ പോലും താലി എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളൊന്ന് പിടയുന്നുണ്ട്. നിലയുടെ കയ്യിൽ ഗോൾഡ് വല്ലതുമുണ്ടോ? ആൻസി ചോദിച്ചപ്പോഴാണ് അവള് പെട്ടെന്ന് ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. ഉണ്ട് ചേച്ചി. എങ്കിൽ പിന്നെ അതിലേതെങ്കിലും കൊടുത്തിട്ട് നമുക്കൊരു താലിയും മാലയും കൂടി വാങ്ങാം. കല്യാണമല്ലേ, മിന്നില്ലാതെ ഒരു രസമില്ലല്ലോ, ആൻസി പറഞ്ഞു. ഒപ്പം കഴുത്തിൽ കിടക്കുന്ന മംഗല്യസൂത്ര കാണിച്ചുകൊണ്ട് ആൻസി പറഞ്ഞു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കറുത്ത മുത്തുള്ള മാല വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അണിയണമെന്ന്. ഇങ്ങനത്തെ രീതിയിൽ ഏതെങ്കിലും നമുക്ക് വാങ്ങാം. അതാകുമ്പോൾ പ്രത്യേകം വേറെ മാല ഇടണ്ടല്ലോ. അതെന്താ അങ്ങനെ ഒരു പ്രത്യേകത? അവൾ ചോദിച്ചു. ഇവിടെയൊക്കെ അങ്ങനെയാ. വിവാഹം കഴിഞ്ഞുവെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് കറുത്ത മുത്തുള്ള മാല സ്ത്രീകൾ അണിയുന്നത്, ആൻസി പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടി. ടെക്സ്റ്റൈൽസിലേക്ക് കയറിയതും വെഡ്ഡിംഗ് സാരിയുടെ സെക്ഷനിലേക്ക് പോകാമെന്ന് ആൻസി പറഞ്ഞപ്പോൾ സിമ്പിളായുള്ള സെറ്റ് സാരി എടുക്കാമെന്ന് നില പറഞ്ഞു.
അവരുടെ പണം ഒരുപാട് കളയണ്ട എന്ന് കരുതി തന്നെയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. കരിമ്പച്ച ബോർഡർ വരുന്ന അതിമനോഹരമായ ഒരു സെറ്റ് സാരിയാണ് നില തിരഞ്ഞെടുത്തത്. അതേ നിറത്തിലുള്ള കുർത്തയും മുണ്ടും എബിയും സെലക്ട് ചെയ്തു. നീലയുടെ ബ്ലൗസ് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ ബ്ലൗസ് കിട്ടുമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് ഗോൾഡ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അവർ അതേ ബിൽഡിങ്ങിൽ തന്നെ ഒരു ജ്വല്ലറിയിലേക്ക് കയറി. ആൻസിയും അലക്സും മാറി സമയം നോക്കി എബി നിലയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഈ മിന്നിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നില? വെറുതെ കാശ് കളയണമോ? അവൻ ചോദിച്ചു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.